ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ജെയ്ക്കും സുമിത്ര ടീച്ചറും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. താൻ കാരണം അർച്ചനയ്ക്ക് ഇനിയും ബുദ്ധിമുട്ടുകളും അപവാദങ്ങളും ഉണ്ടാകരുതെന്ന് കരുതി ജെയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ വാടക വീട് മാറാനായി തീരുമാനിക്കുകയാണ്. എന്നാൽ സുമിത്ര ടീച്ചർക്കാണെങ്കിൽ ചിന്നുവിനെയും അർച്ചനയെയും വിട്ടുപിരിയുന്നതിൽ വളരെയധികം സങ്കടമുണ്ട്. ജെയ്ക്ക് അത് വ്യക്തമായി തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് അമ്മയാണ്, ഞാനിപ്പോ ഒറ്റയ്ക്കാണെങ്കിൽ എന്നെ ഈ വീട് വിട്ടു പോയേനെ എന്ന് ജെയ്ക്ക് അങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ജെയ്ക്ക് അങ്ങനെ അർച്ചനയെ കാണാനായി വക്കീൽ ഓഫീസിലേക്ക് പോവുകയാണ്. എന്നാൽ ഇപ്പോ ജെയ്ക്കയോടുള്ള മനോഭാവങ്ങളെല്ലാം അർച്ചനയ്ക്ക് മാറിയിട്ടുണ്ട്. ജെയ്ക്കയുടെ അവസ്ഥകൾ കൂടുതൽ അറിയുന്നതോടെ അർച്ചനയ്ക്ക് ജെയ്ക്കയോടുള്ള ദേഷ്യങ്ങളെല്ലാം മാറുകയാണ്. അങ്ങനെ ജെയ്ക്ക് ഒരു കേസിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അർച്ചനയോട് സംസാരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ദീപ്തിയും ഇരിക്കുന്നുണ്ട്. എന്ത് കേസാണ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളതെന്ന് അർച്ചന അങ്ങനെ ജെയ്ക്കയോട് ചോദിക്കുകയാണ്. ജെയ്ക്ക് അങ്ങനെ എവിടെയും എത്താത്ത തന്റെ ജീവിതത്തെക്കുറിച്ച് അങ്ങനെ അർച്ചനയോട് പറയുകയാണ്. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ് എനിക്ക് സങ്കടം. അതുകൊണ്ട് തന്നെ ഈയും ഒരു ഉറച്ച തീരുമാനം എടുക്കാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ തീരുമാനത്തിലെത്തിയത്. നീയും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവാൻ എന്നെ കൊണ്ട് ആവില്ല അർച്ചനെ. അതുകൊണ്ട് ഞാനും മധുബാലയും തമ്മിൽ പിരിയാനായി തീരുമാനിച്ചു. ഡിവോഴ്സ് കേസ് നൽകാനാണ് ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ജെയ്ക്ക് അങ്ങനെ അർച്ചനയോട് പറയുകയാണ്. ഇത് കേട്ട് അർച്ചന ആകെ ഷോക്കാവുന്നുണ്ട്. എന്നാൽ അർച്ചന, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ഒരു ധാരണയിലെത്തി നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകൂ എന്ന് പറയാണ്. എന്നാൽ ജെയ്ക്ക് പറയുന്നുണ്ട്, ഇനി അങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ച് പോവാനായി കഴിയില്ല. അത്രത്തോളം ആ ബന്ധം എനിക്ക് മടുത്തു എന്ന് ജെയ്ക്ക് അങ്ങനെ തുറന്നു പറയുകയാണ്. അങ്ങനെ ജെയ്ക്കയുടെ കേസ് അർച്ചന ഏറ്റെടുക്കുകയാണ്. അതിനുശേഷം അർച്ചന അങ്ങനെ വൈകിട്ട് വക്കീൽ ഓഫീസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം നേരെ ജെയ്ക്കയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ജെയ്ക്കയുടെ വീട്ടിലെത്തുന്ന അർച്ചന സുമിത്ര ടീച്ചറെ വളരെ സങ്കടത്തോടെ ഇരിക്കുന്നതാണ് കാണുന്നത്. ടീച്ചർക്ക് ഒരു ആശ്വാസം കൊടുക്കുന്നതിന് വേണ്ടിയാണ് അർച്ചന അങ്ങോട്ടേക്ക് വന്നത്. അർച്ചനയെ കാണുന്നതും സുമിത്ര ടീച്ചർക്കും ആകെ ഒരു സമാധാനമാവുകയാണ്. പിന്നീട് ഇന്ന് ജെയ്ക്ക് തന്റെ ഓഫീസിലേക്ക് വന്നതും ഡിവോഴ്സിനെ കുറിച്ച് സംസാരിച്ചതെല്ലാം അർച്ചന അങ്ങനെ ടീച്ചറോട് പറയുന്നുണ്ട്. ടീച്ചറുടെ അഭിപ്രായം എന്താണെന്ന് അർച്ചന അങ്ങനെ ചോദിക്കുകയാണ്. ടീച്ചർ അപ്പൊ പറയുന്നുണ്ട്, ഇവര് രണ്ടുപേരും മുന്നോട്ടു പോകുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ. പക്ഷേ അവളുടെ സ്വഭാവം ശരിയല്ല. അവൾ എങ്ങനെയെങ്കിലും എന്റെ മകനെ തകർക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്. പണത്തിന്റെയും പദവിയുടെയും പുറകെ പോകുന്ന ഒരു പെണ്ണാണ് മധുബാല. എന്റെ ഭാഗമല്ല നോക്കേണ്ടത്. മധുബാല ഇവിടെ വന്ന് താമസിക്കുന്നതിൽ ജയന് ഒട്ടും തന്നെ താല്പര്യമില്ല. അങ്ങനെ താല്പര്യമില്ലാത്ത രണ്ടുപേരെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ എന്താണ് അർത്ഥം? അവരങ്ങനെ പിരിയുന്നതല്ലേ നല്ലത്? എന്റെ മോന്റെ ഭാവിക്കും അത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ അവൾ എന്റെ മകനെ വിടാതെ പിന്തുടർന്ന് കൊല്ലാതെ കൊല്ലും. അതിനേക്കാൾ നല്ലത് ഡിവോഴ്സ് തന്നെയാണെന്ന് സുമിത്ര ടീച്ചർ അങ്ങനെ അർച്ചനയോട് പറയുകയാണ്. സുമിത്ര ടീച്ചറുടെ സങ്കടങ്ങളെല്ലാം കേൾക്കുമ്പോൾ അർച്ചനയ്ക്കും ഒരുപാട് സങ്കടാവുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.